ഹലോ ഗൈസ്, അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നട്ടപ്പാതിര സമയം കാണിച്ചു കൊടുത്താൽ സമയം എത്ര? 4 മണി. നട്ടപ്പാതിര നേരമ്പക്കാലത്ത്. അപ്പോൾ ചെറിയ ട്രിപ്പ്, ഏതായാലും ഞായറാഴ്ചയൊക്കെയാണ് ചെറിയ ട്രിപ്പ് പോകണേ. അപ്പോൾ ട്രിപ്പ് എടുക്കാന്നുള്ള പോകണ വൈക്ക് വീട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ വണ്ടി എടുത്താണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തറവാട്ട് പോയാണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് വേണം പോവാന്. ഞങ്ങളെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ഞങ്ങൾ തറവാട്ടിലെത്തി വണ്ടി അവിടെ നിർത്തി ഓരോ വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കണേ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എവിടെ എത്തി? വണ്ടൂർ എത്താറായി. നിലമ്പൂരായി, സോറി, പാണ്ടിക്കാട് കഴിഞ്ഞു. പാണ്ടിക്കാട് കഴിഞ്ഞ് അടുത്തത് ഇനി വണ്ടൂർ എത്താറായി. അപ്പൊ വണ്ടൂർ അറിയുമ്പോ തന്നെ ഏകദേശം ഒരു റൂട്ട് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നല്ല ഉറക്കം പാസ്സാക്കി കണ്ണ് പറഞ്ഞപ്പോ ഈ കാഴ്ചയെ കാണുന്നത്. അപ്പൊ അന്നേരം വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പൊ നമ്മള് ഗൂഡല്ലൂര് എത്താറായിട്ടുണ്ട് ഗൈസ്. ഊട്ടിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഊട്ടി നമ്മൾ മസനഗുഡി വഴി ഊട്ടി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ പോകാത്ത റൂട്ടാണ് മസനഗുഡി വഴി ഊട്ടി. അസ്ലമോയമിന്റെ വീഡിയോ കണ്ടതിന് ശേഷം കുറെ ആയി അങ്ങോട്ടൊന്ന് പോകണം മസനഗുഡി വഴി ഊട്ടിക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിട്ട്. ഏതായാലും ഇപ്പോഴാണ് അതിന് ഗ്യാപ്പ് കിട്ടിയത്. എന്താണെന്ന് പറയാത്തോ? എന്തെങ്കിലും പറയണ്ടോ? എന്താ ഒന്നും പറയാത്ത ഇതേണ്ട നമ്മളെ നാട്ടിലത്തെ കോളാം ബീഫ്. ഇപ്പൊ നമ്മളെ നാട് കാണാനല്ലേ ജാസേ? അപ്പൊ ഗൈസ് നമ്മൾ മുതുമല ടൈഗർ റിസർവ് ഏരിയ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി നമ്മൾ നേരെ മസനഗുഡി അങ്ങനെ വഴി ഊട്ടിക്കാണ് നമ്മള് യാത്ര. അപ്പൊ നമ്മള് കാട്ടിൽ കയറി. ഈ കാട്ടിലൂടെ ഉള്ളൊരു യാത്ര. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് റൂട്ട് തിരിഞ്ഞു. മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി റോഡിന് തിരിഞ്ഞു. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൈസൂർ പറഞ്ഞ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് എന്താ സംഭവം എന്നറിയാം. ഇന്ന് ഞായറാഴ്ച ആയിട്ടാ തോന്നുന്നുണ്ട്. അവരിപ്പോ ഇന്ന് സ്കൂളും മാർസൊന്നും ഇല്ലാത്തോണ്ട് കിടന്നുറങ്ങിയൊക്കെയാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ ചുരത്തുമ്മലാണിപ്പോ. മസനഗുഡിന്ന് ചുരം കയറി. എന്താ ഫുള്ള് കോട കണ്ടോ? ഫുള്ള് കോടയാണ്. കോട താഴത്തേക്കൊന്നും ഒരു കാഴ്ചയില്ല. നല്ല കാലാവസ്ഥയൊക്കെ മാറി. കാലാവസ്ഥ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. എല്ലാവരും വേഗം പോകുന്ന കളി മസനഗുഡി വഴി ഊട്ടിക്കൂടെ പോകുന്ന കളി സെറ്റാണ്. സെറ്റ് മസനഗുഡി വഴി ഊട്ടി. കോട നല്ല ഒരു രക്ഷയില്ലാത്ത കോടയാണ്. വേണേ വല്ല റോട്ടിൽ നിന്ന് മാറേ. എന്താ പരിപാടി? ഓനായിട്ട് ഇവിടെ പോവാ. ചെറുക്കന്മാര് വൈബാക്കി ഓനാക്കി പോകുന്നു കേട്ടോ. അപ്പൊ ചെറുക്കന്മാര് തമാശ കളിച്ചാണ്. സൂര്യൻ ഉദിക്കാത്ത നാട് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ റീൽസ് കാണാം. ഇവിടെയും സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന്. നേരം 10 മണി കഴിഞ്ഞു. സമയം നോക്കിയിട്ടില്ല. അത് പറ്റും. സമരം ആ വണ്ടിക്കാരനായിട്ട് സ്ലിപ്പാക്കി. എന്താണ് സംഭവം? ഫുള്ള് നല്ല നീലക്കുറിഞ്ഞ് പൂത്തുക്കണു. വെറുതെ പറയാ. അപ്പൊ നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പാ. കോടൊക്കെ നല്ല ഷോറായിട്ട് കോടുണ്ട്. നല്ല കോടെ. ഇതെന്തിനാ കോട്ടൊക്കെ ഇട്ടേ? സ്വച്ഛത കോട്ടൊക്കെ ഇട്ട് കണ്ടു. ആണാ ഇങ്ക ഊട്ടിക്ക് എങ്ക വഴി പോകണ്ട? ആണാ இந்த வழி போயா அந்த ஊட்டியில எத்துமா? ഇപ്പൊ ഗൈസ് നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടി കൂടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൂനൂരാണ്. കൂനൂർക്കാണ് ഇപ്പൊ നമ്മൾ പോണത്. അവിടെയാണ്. അപ്പൊ ഊട്ടിക്ക് വലിയ എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ എല്ലാവരും കണ്ടേക്കാം. അപ്പൊ കൂനൂരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂനൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. കൂനൂർ പോണേക്ക് ലൗഡയിലാണ് ഇറങ്ങിയാണ്. ലൗഡയിൽ റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മളെ? അപ്പൊ വെറുതെ ഇറങ്ങിയോണ്ട് ഒരു ഫോട്ടോ എടുത്തു. അല്ലാതെ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഇതൊന്നുമില്ല കാര്യമായിട്ട്. പിന്നെ അതാ കുറച്ച് ലിജാസും സഫീദി അവിടെ നല്ല ഫോട്ടോ എടുക്കലാണ്. ന്യൂ കപ്പിൾസ്
ഒരു ഫോട്ടോ എടുക്കണം. സെൽഫി ഡിജാസ് സെൽഫി എടുക്കണ്ടേ. ന്യൂ കപ്പിൾസ് ഒരു ഫോട്ടോ. അപ്പൊ അവർക്ക് ഫോട്ടോ എടുത്തു. ഇവരാണ് നമ്മളെ കൂടെ വന്ന ഫാമിലി. 2-3 കുട്ടികള് എല്ലാരും വിശന്നൊരു ഭാഗത്തേക്ക് കഴിക്കണം. അപ്പൊ ഇനി ഫുഡ് കഴിക്കാം. എന്തിയാ ഇത് നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കണേ. ഫുഡ് എന്താ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളത് കഴിക്കാം. അഡ്ജസ്റ്റ്മെന്റ് കഴിക്കില്ല. ഇറങ്ങിയ വിറ്റ് എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കുന്നത് പൊറാട്ട മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ അടുത്ത് നല്ല നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമുക്ക് അത് കഴിക്കാം അല്ലേ? അത് കഴിക്കാം. നമുക്ക് അവിടെ സൈഡാക്കിട്ടേ നെയ്ച്ചോറും ചിക്കനും ഉണ്ട്. അത് അടിച്ച് പൊളിക്കാം. അല്ലാത്ത റൈസും അവിടെ ഹോട്ടലിൽ കണ്ടിട്ട് തന്നെ ഒരു ഭാഗത്തേക്ക് കഴിക്കും. അതൊക്കെ അടി കൊടുത്താ. അപ്പൊ നമ്മൾ പോണ വയ്ക്കൽ ക്യാരറ്റ് ഇവിടുന്ന് ലോഡാക്കുന്ന സ്ഥലമാണ്. ക്യാരറ്റ് വാഷ് ചെയ്യുന്നുണ്ട്, കൈകൊണ്ടും പിടിക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷമോൾക്ക് ക്യാരറ്റ് എത്തിയിരുന്നു. ക്യാരറ്റ് അവിടെ കൈകൊണ്ടുണ്ട്. പല പല സെക്ഷനിലായിട്ട് പല പല പ്രോസസ്സിംഗ് ഇതിൽ കൈക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പാക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മങ്ങനെ പോരുന്ന വഴിക്ക് കുറെ റൂട്ട് ക്യാരറ്റ് ഇൻഷമോൾക്ക് ക്യാരറ്റ് കിട്ടി. അതാ ഊട്ടി മഴ പെയ്യുന്നുണ്ട്. ഊട്ടി മഴ. കൊറേ നല്ലത് അവിടെ ചാറ്റിട്ട് പോകുന്നുണ്ട്. തോട്ടത്തുനിന്ന് നേരെ കൊണ്ടോ അവിടുന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയ ക്യാരറ്റ് ലോഡാണ്. നമ്മളെ നാട്ടിലേക്കും അവിടേക്കും എല്ലാ മാർക്കറ്റ് ഔട്ട് ലോഡാണ്. ഫുള്ള് അയാളാ ലോഡാക്കണത്. ചെറിയ പൈസയിലാണ് നോക്കി കയറി കണ്ടില്ലേ. ഇവിടെ ഇത് വരുന്നത് തന്നെയാണ്. ഇത് ഒരു സൈഡിൽ ചെറുവണ്ടികള് ചിലപ്പോൾ ലോക്കലാക്കാനോ. ഇത് രണ്ട് സെക്ഷനിലായിട്ടാണ് ലോഡാക്കുന്നത്. ക്യാരറ്റിന്റെ ഫാക്ടറി കയറി ഇതൊന്ന് നല്ല രസമുള്ള ക്യാരറ്റ്. നമ്മളടുത്ത ക്യാരറ്റ് മാതിരി കേട്ടോ. ഇത് ഫ്രഷ് തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചു കൊടുന്ന് വാഷ് ചെയ്തില്ല, മെഷീൻ വാഷ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾക്കൊരു പിടി വന്നു. നമ്മളെല്ലാരും പാടെ ഫാക്ടറി കാണാൻ പോയി. എത്ര ലോഡാണ് കയറിപ്പോയി. ഇവർക്കതൊക്കെ വളരെ പൂങ്ങോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും കൂനൂരിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഒരു ഭാഗത്ത് ഞങ്ങൾ നിർത്തിയ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ജസാക്കും നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. ചോറ് എന്താ ഭയങ്കര രസം. വിജാസ് വെച്ചാണ് നല്ലോണം പഴിച്ചിട്ടുണ്ട്. വേറെ 4 മണിക്കൂറിന് പോകണം. പച്ച വെള്ളത്തിനെ കുടിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം അടിപൊളി സ്ഥലമാണ്. നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ കഴിഞ്ഞു. അപ്പത്തിന് കണ്ടില്ല നമ്മളാ കണ്ടില്ല വെള്ളച്ചാട്ടം എന്നൊക്കെ മങ്ങിപ്പോണ്ട്. അത്രയും കോട വന്ന് മൂടിക്കണം. കോട വന്ന് മൂടി വെള്ളച്ചാട്ടം കാണില്ല. കാണില്ലേ കാണിച്ചോട്ടാ. ചെറിയൊരു നല്ല കോടയാണ്. നല്ല കോട. അടിപൊളി. അതാ അടിപൊളിയല്ലേ? ഓക്കെ സാറല്ലേ സാരി കൊടുക്ക. അവിടെ പോകി ഇപ്പോട്ട്. കുറച്ച് ഓവറായി. ചിന്നു കമോൺ ഇങ്ങോട്ട് വല്ലാതെ. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് ഇവിടുന്ന് പോവാണ്. നമുക്ക് കൂനൂരിലേക്കുള്ള യാത്ര വീണ്ടും തിരിക്കാം. 12 മണി കഴിഞ്ഞു. 1 മണി ആവാനായിട്ട്. ഉച്ച 1 മണി ആയിക്കണം. നേരം വെളുത്തിട്ടില്ല അവിടെ. എന്താ വ്യൂ. താഴത്തൊന്നൊരു സംഭവം കാണാനില്ല. ഫുള്ള് മൂടി കിടക്കണം. നേരം വെളുക്കാത്ത പോലെ. അത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മണിക്കൂർ. കുന്നൂർ എത്തി തുടങ്ങി. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആയിട്ടുള്ളൂ. കുന്നൂരോ. ഹലോ ഗായ്സ്, അപ്പൊ കൂനൂർ എത്തി. കൂനൂര്
ഡാം തീരെ കാണാതായി. അപ്പൊ ഗൈസ് കൂനൂര് ഞങ്ങള് ഒരു റൂം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോ നല്ല തേയിലത്തോട്ടം ഉണ്ട് ഇവിടെയൊക്കെ. അടിപൊളി സ്ഥലം, തേയിലത്തോട്ടം. അട്ട കടിച്ചിരിക്കണു ഗൈസ്. എങ്ങനെയുണ്ട്? അതുണ്ടോ എവിടെ? ഇപ്പൊ ഇനി ഉപ്പിട്ട് കണ്ട നമുക്ക് അത് അത് ലസീന അട്ട കടിച്ചു. ചോര പിടിക്കുന്നുണ്ട്, ലസീൻമാന്റെ ചോര പിടിക്കുന്നുണ്ട്. ഇല്ലടാ കുഴപ്പമൊന്നുമില്ല. അത് അട്ട അട്ട கடிச்சிக்கணு गाइस. கால் செக் பண்ணிக்கங்க தம்பி. அவ்வளவுதான். பெட் வந்துட்டே தான் இருக்கும், ஒண்ணாகாது. அது மேல உப்பு போட்டுட்டு மத்த மேல റൂം എടുത്തിങ്ങാണ്ട് റൂം നല്ല തേയില തോട്ടത്തിന്റെ അടുത്ത് തന്നെ സംഭവം. കുഴപ്പമില്ലാത്ത ഏരിയ, നല്ല തണുപ്പാണ്. തണുപ്പിച്ചാലും പറയാം പെരും തണുപ്പ്. വൈകുന്നേരം ഇട്ടുകൊണ്ട് റൂമില് സ്ഥലം നല്ല റീൽസ് ഒക്കെ അതിൻ്റെ കൂടെ അട്ട കയറി തൊടു. അത് കറങ്ങാൻ പേടിയാണ്. അട്ടൻ്റെ അത്ര അട്ട. അപ്പൊ ഗൈസ് റൂം എടുത്ത് റൂമിലൊക്കെ കയറി നല്ല ഉറക്കം, ഭയങ്കര ഉറക്കം. നല്ല ഉറക്കം ഉറങ്ങി. നല്ല മഴ, നല്ല തണുപ്പ്, വേറെ വൈബ് തന്നെയായിരുന്നു. നല്ല കോടേനു. ഇപ്പൊ കോടൊക്കെ പോയി. ഇവിടെ കണ്ണ് കാണാത്ത കണ്ടീഷനായിരുന്നു. കുഞ്ഞൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ടായിരുന്നു. അത്രയൊക്കെ തണുപ്പുണ്ടോ? നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഊട്ടിയിൽ വന്നിട്ട് ഇത്ര തണുപ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അല്ലല്ലോ സുറ? ഇതൊന്നും വന്നപ്പോ എത്ര തണുപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇത്ര ഫസ്റ്റ് ആണ് ഇങ്ങനെ തണുപ്പിട്ടുണ്ട്. വേറെ തണുപ്പ്, വേറെ ലെവല്. ഉഷാറാണ്, ഉഷാറാണ്. ഇനി നമ്മ വെറുതെ ഇറങ്ങി വെക്കാം. ഏതൊരു പാർക്ക് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, 3 കിലോമീറ്റർ അത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ കണ്ടീഷൻ അല്ല. എന്തായാലും പോയി നോക്കാം. ടീ ഫാക്ടറിയൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പാർക്കൊക്കെ ഇറങ്ങിയതാണ്. പാർക്കൊക്കെ ഇറങ്ങിയപ്പോ നല്ല മഴ മക്കളെ, പെരും മഴ. മഴയത്ത് എന്താ പാർക്ക് കൂടി അങ്ങനെ നടക്കണം കുട്ടികളായിട്ടൊക്കെ പാടെ. അപ്പൊ ഞങ്ങൾ വെറുതെ അങ്ങനെ പോകുമ്പോ ടീ ഫാക്ടറി ഉണ്ട്, അവിടെ നിന്ന് കാണാൻ വിചാരിച്ചു പോകുന്നത്. പോയി നോക്കട്ടെ, എന്തെങ്കിലും കാണുമോ നോട്ടെ. അപ്പൊ ഗൈസ് ഊട്ടി മൂഞ്ചി, മഴ പെയ്ത് മൂഞ്ചി. എവിടെ പോയാലും അവിടേക്കൊന്നും ഒക്കെ ക്ലോസിംഗ് ആണ്. ടീ ഫാക്ടറി പോയി, ടീ ഫാക്ടറിക്ക് എവിടെ തന്നെ അറിയില്ല. ടീ ഫാക്ടറിക്കാണ് അറിയാണ്ട് ഇറങ്ങിയപ്പോ ഏതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ അവിടെ ക്ലോസിംഗ് ആണോ? ടീ ഫാക്ടറി ക്ലോസിംഗ് അത്രേ. നമുക്ക് നല്ല റോഡിന് പോവാം. അപ്പൊ ഏതായാലും തിരിച്ചു പോയി. നമുക്ക് നല്ല ഉഷാറായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് സുഖമായിട്ട് അല്ല പുതച്ച് പടി കടന്നുറങ്ങാം. അതിന് പറ്റിയ കാലാവസ്ഥ, അതിന് പറ്റിയ സമയം. ഇപ്പൊ നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അതിനെ ഒരു കാര്യപ്പെട്ട് പൈസ വെച്ചമാര് 5 മണിക്കൂർ AC ഇട്ടിട്ട് തണുപ്പിച്ചിട്ട് അവിടെ കടന്നാൽ മതി എന്റേതാണ്. അപ്പൊ നമ്മളിതാ കൂനൂർ ടൗണിലാണ്. അപ്പൊ ജസ്റ്റ് കൂനൂർ ടൗൺ ഒക്കെ ചുറ്റിക്കിറങ്ങാം. പിന്നെ വണ്ടിയുടെ പാർക്കിങ്ങില് പേ പാർക്കിങ്ങിൽ ഇട്ടിരിക്കാണ്. അപ്പൊ നമുക്ക് കൂനൂർ ടൗണിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങാം. കൂനൂർ ടൗണിൽ കൂടിയുള്ള ഓരോ കാഴ്ചകളാണ്. ഫുഡ്, മീനൊക്കെ തരാം മസാല തേച്ച് വെച്ചിട്ടാണ്. ഓരോ ഫുഡ് ഐറ്റംസുകള്. മസാല സോയാബീൻ നമ്മളെ നാട്ടിൽ നാടൻ മുരിക്കണ്ടല്ല. നമ്മളവിടെ 30 രൂപ. നമ്മളെ നാട്ടിലെ 30 രൂപ ഒരു കെട്ടിന്. മീൻ മാർക്കറ്റ് നമ്മളെ ഫീൽഡ് പറഞ്ഞിട്ട് പോട്ടെ പോട്ടെ. അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ കയറാണ്. ഹോട്ടൽ ശ്രീലക്ഷ്മി. പ്യൂർ വെജ് ആണ്. വെജിറ്റേറിയൻ ആർ യു ലൈക്ക്? പറ്റില്ലേ? പിന്നെന്താ പോരാ. ചിക്കനും പൊറോട്ടൊക്കെ നമുക്ക് മറ്റേ എന്താണ് ബീഫ് കൊണ്ടാട്ടം നമുക്ക് വീട്ടിൽ പോയിട്ട് കേട്ടോ. ബീഫ് കൊണ്ടാട്ടൊക്കെ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പോകുന്നു. വെജിറ്റേറിയൻ മസാല ദോശ. ഇൻഷമോൾക്ക് എന്താണ്? മസാല ദോശ മരുന്ന് വേണോ? പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടോ വേണോ? അവനക്ക് പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടം. എന്താ പൊന്നു? എന്താ അല്ല നമുക്ക് പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടോ. അപ്പൊ മസാല ദോശ ഒക്കെ എല്ലാരും വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ആയിരിക്കും. അതേ നടക്കുള്ളൂ അല്ലോ. പിന്നെ ഊട്ടിക്ക് ഇപ്പോ തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. തണുപ്പ് കണക്ക് പോരല്ലേ? ഇപ്പൊ തണുപ്പ് കണക്ക് പോരാ, നല്ല മഴ ഉണ്ടാവും. അതാണ് ഇപ്പൊ ചെറിയൊരു വിഷയം. അല്ലെങ്കിലൊക്കെ ഉഷാറില്ല. തണുപ്പ് നല്ല തണുപ്പ്. അങ്ങനെ ഇഞ്ചന്റെ പൊറാട്ട
പൊറാട്ടയും ചമ്മന്തിയും ജാസാക്കൂത്ത് പൊറാട്ട. എങ്ങനെയുണ്ട്? അങ്ങനെ ഗൈസ് മസാല ദോശ എത്തി ഗൈസ്. ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. അവിടെ ഓല കഴിക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല മസാല ദോശ അടിപൊളിയാണ്. സച്ചിനൊന്നും പറ്റിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ പറ്റുമോ? മസാല ദോശ ഉണ്ടായിരുന്നു. അതെ, പൊറാട്ടയും കൊണ്ടാടി അടിച്ചവർക്ക് അങ്ങനെ തന്നെ കാരണം ഈ മസാല ദോശ ഒന്നും പറ്റൂല. അപ്പോൾ ഒരു അതൊക്കെ തോന്നും. ഡയറ്റ് പൊറാട്ടയും കൊണ്ടാട്ടും മറ്റേ ബിരിയാണി കടികളല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഞങ്ങൾ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് ഇന്നവിടെ കിടന്ന് നാളെ രാവിലെ അടുത്ത പ്ലാനിങ്ങുകൾ. ഓക്കെ. അപ്പോൾ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂമിലെത്തിക്കും. പുനൂർ ടൗണിലേക്ക് ഇറങ്ങി ഭക്ഷണം കഴിച്ച് റൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം മൂഞ്ചി പറഞ്ഞാൽ നല്ല മഴ ചെയ്ത് എവിടേക്കും പോകാൻ പറ്റിയില്ല. 1-2 ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒന്നും ശരിയായില്ല. ഇനിയിപ്പോൾ റൂമിൽ 2 റൂം നമ്മളപ്പുറമുള്ള റൂമാണ്. താഴത്തേനും. അപ്പോൾ നമ്മളെ റൂം ഇപ്പോൾ മേലേക്ക് തന്നെ ആക്കി. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈകിട്ട് ഡേ 1 ക്ലോസ് ആക്കി. നാളെ പുതിയ വീഡിയോ ആയിട്ട് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ വേറെ ഉണ്ടാവും. ഓക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ റൂമിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്താവുന്നാവോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഓക്കെ.